ഹായ് എവരിവൺ. നമ്മൾ ഇന്ന് ഐഗൻ വാല്യൂസും ഐഗൻ വെക്ടേഴ്സും ആണ് ഡിസ്കസ് ചെയ്യുന്നത്. മാത്തമാറ്റിക്കൽ ഫിസിക്സിലെ മെട്രിക്സ് എന്ന ഭാഗത്താണ് ഈ പ്രോപ്പർട്ടി കൂടുതൽ നമ്മൾ കാണാറുള്ളത്. ഒരു കോമ്പറ്റേറ്റീവ് എക്സാംസിന് ഏറ്റവും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു വിഭാഗമാണ് എന്ത് ഐഗൻ വാല്യൂം ഐഗൻ വെക്ടറും. പക്ഷെ ഇതിൽ എന്താ വെച്ചാൽ കുറെ ട്രിക്കി ടൈപ്പ് ഹിഡൻ വാല്യൂസുകൾ ഒളിഞ്ഞിരിക്കുന്നുണ്ട്. കാരണം എന്തുകൊണ്ടാ വെച്ചാൽ വളരെ ഈസി ആയിട്ട് നമ്മൾ വിചാരിക്കും ഓക്കെ കിട്ടും, പക്ഷെ അതിന് കുറച്ച് ട്രിക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അത് സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ അതിന്റെ കുറച്ച് ഐഡിയാസ് ഉണ്ടെങ്കിൽ നമുക്ക് എന്താ വെച്ചാൽ അധികം ടൈം ഇൻവെസ്റ്റ് ചെയ്യാതെ സോൾവ് ചെയ്യാൻ പറ്റുന്നതാണ് എന്ത് ഐഗൻ വാല്യൂ ഐഗൻ വെക്ടറിന്റെ ട്രിക്സ് അറിഞ്ഞു കഴിഞ്ഞാൽ. സോ നമുക്ക് അത് എന്താണെന്ന് നോക്കി നോക്കാം. ഐഗൻ വാല്യൂ ആൻഡ് ഐഗൻ വെക്ടർ. സിംപ്ലി ഐഗൻ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. നമ്മൾ റേഡിയോ ആക്ടിവിറ്റി നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് വിചാരിക്കാം. റേഡിയോ ആക്ടിവിറ്റി നടക്കുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിലെ ആറ്റംസോ അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിലെ ഇലക്ട്രോൺസിനോ എന്തുണ്ടാവും? റേഡിയോ ആക്ടിവിറ്റി നടക്കുമ്പോൾ ഇലക്ട്രോൺസ് ഇക്വിലിബ്രിയം പൊസിഷനിൽ നിന്ന് ചെറിയൊരു വ്യതിയാനം സംഭവിക്കാൻ ചാൻസ് ഉണ്ട്. മാറ്റങ്ങൾ വരാൻ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്. ഈ മാറ്റങ്ങൾ എത്ര മാത്രമാണ് ഉള്ളത്, അല്ലെങ്കിൽ ആ ഡയറക്ഷൻ ഇലക്ട്രോൺ ഇക്വിലിബ്രിയത്തിൽ നിന്ന് എത്ര മാത്രം ഡീവിയേറ്റ് ചെയ്തു എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തിനെ യൂസ് ചെയ്യും? ഐഗൻ വെക്ടറിനെ യൂസ് ചെയ്യും. ഇനി അത് എത്രമാത്രം ദൈർഘ്യത്തിൽ പോയി, അല്ലെങ്കിൽ എത്രമാത്രമാണ് ആ ഡീവിയേഷൻ നടന്നത് എന്നുള്ളത്, അതായത് ആ ഡീവിയേഷൻ ഐഗൻ വെക്ടർ എന്ന് പറയുന്നത് എന്താ ഞാൻ പറഞ്ഞത്, എത്രമാത്രം ഡീവിയേറ്റ് ചെയ്തു, അത് എത്രമാത്രമാണ് നിലനിന്നത് എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ഐഗൻ വാല്യൂസിനെ യൂസ് ചെയ്യുന്നു. ഓക്കെ, ഇതാണ് ഐഗൻ വാല്യൂ ഐഗൻ വെക്ടറിന്റെ ഒരു ഫിസിക്കൽ മീനിങ്. അതർവൈസ് വേറൊരു എക്സാമ്പിളും കൂടി പറയാം. നമ്മുടെ വീടുകളിൽ സ്റ്റെയർ കേസ് കെട്ടുമ്പോൾ നമ്മൾ സ്റ്റീലിന്റെ ഒക്കെ കെട്ടാറുണ്ട്, കൈവരി കെട്ടാറുണ്ട്, അല്ലെങ്കിൽ വേണ്ട നമ്മൾ കാണാറുണ്ട് സ്റ്റീലിന്റെ ഒക്കെ കൈവരി. അതിൽ ജസ്റ്റ് നമ്മൾ ഒന്ന് അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു വൈബ്രേഷൻ വരും. അതായത് ഒരു സ്ഥലത്ത് നിന്ന് പാർട്ടികൾ മറ്റൊരു സ്ഥലത്തേക്ക് സൗണ്ട് ഒന്ന് വൈബ്രേറ്റ് ചെയ്യാവുന്ന ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് വൈബ്രേറ്റ് ചെയ്യുക. ആ വൈബ്രേഷന്റെ ഡയറക്ഷൻ അല്ലെങ്കിൽ ആ പ്രൊപ്പഗേഷൻ കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഐഗൻ വെക്ടറിനെയും അത് എത്രത്തോണ്ട് നീണ്ടുപോയി എന്നുള്ളത് കണ്ടുപിടിക്കാൻ വേണ്ടി ഐഗൻ വാല്യൂവിനെയാണ് യൂസ് ചെയ്യുക. സോ ഇതാണ് ഒരു ഫിസിക്കൽ മീനിങ് എന്ന രീതിയിൽ നമ്മൾ നോക്കാറുള്ളത്. ഓക്കെ, അപ്പൊ ആദ്യം തന്നെ എന്താ പ്രോപ്പർട്ടീസ് നമുക്ക് നോക്കാം. സം ഓഫ് ഐഗൻ വാല്യൂസ് ഓഫ് മെട്രിക്സ് എന്ന് പറയുന്നത് ട്രേസ് ഓഫ് ദി മെട്രിക്സ് ആണ്. മെട്രിക്സ് എന്ന് പറയുന്നത് എന്താ? ഒരു റെക്ടാങ്കുലർ ബോക്സിൽ നമ്പേഴ്സിനെയോ ഫംഗ്ഷൻസിനെയോ ഇൻഡിപെൻഡന്റ് ആയിട്ട് അറേഞ്ച് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? മെട്രിക്സ്. അതിനൊരു ഓർഡർ ഉണ്ട്, എം ഇൻറ്റു എൻ. അതായത് മെട്രിക്സ് എഴുതുമ്പോൾ റോ എന്ന രീതിയിൽ നമ്മൾ ഇവിടെ കാണിക്കും, കോളം എന്നുള്ള രീതിയിൽ താഴത്തേക്കും കാണിക്കും, അല്ലെ? അപ്പൊ അതിന്റെ ഓർഡർ ആണ് എം ഇൻറ്റു എൻ. അപ്പൊ 2/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്കൻഡ് ഓർഡറിലുള്ള മെട്രിക്സ്, അതായത് 2 കോളവും 2 റോയും. 3/3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 റോയും 3 കോളം എന്നാണ് അർത്ഥം. സോ അതിലെ ഐഗൻ വാല്യൂസുകൾ എങ്ങനെ കണ്ടുപിടിക്കുക വെച്ചാൽ ട്രേസ് ഓഫ് ദി മെട്രിക്സ്. ട്രേസ് ഓഫ് ദി മെട്രിക്സ് പറഞ്ഞാൽ നടുവിൽ ഡയഗണലായിട്ട് കിടക്കുന്ന മെട്രിക്സിനെയാണ് ട്രേസ് ഓഫ് ദി മെട്രിക്സ്. ആ ഡയഗണലായിട്ട് കിടക്കുന്ന എലമെന്റ്സിന്റെ സമ്മ്. അതായത് ഇപ്പോൾ എക്സാമ്പിൾ ഇവിടെ എയും ഇവിടെ ബി ആണെങ്കിൽ എ പ്ലസ് ബി എന്താണോ ആൻസർ കിട്ടുന്നത് അതാണ് ട്രേസ് ഓഫ് ദി മെട്രിക്സ്. അതാണ് സം ഓഫ് ഐഗൻ വാല്യൂ. അടുത്തത് പ്രൊഡക്റ്റ് ഓഫ് ഐഗൻ വാല്യൂ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് ആണ് എന്ത്? പ്രൊഡക്റ്റ് ഓഫ് ഐഗൻ വാല്യൂ. അതുപോലെ എനി സ്ക്വയർ മെട്രിക്സ് ആൻഡ് ഇറ്റ്സ് ട്രാൻസ്പോസ് ഹാവ് സെയിം ഐഗൻ വാല്യൂ. അതായത് ഒരു സ്ക്വയർ മെട്രിക്സ് എടുക്കുക, അതിന്റെ ട്രാൻസ്പോസ് എടുക്കുക. ഒരു സ്ക്വയർ മെട്രിക്സ് എന്ന് പറയുന്നത് എ ബി സി ഡി എന്ന് പറഞ്ഞ ഒരു സ്ക്വയർ മെട്രിക്സ് ആണ് നിങ്ങൾക്കെങ്കിൽ അതിന്റെ ട്രാൻസ്പോസ് എഴുതുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ബി സി ഡി. ജസ്റ്റ് കോൺജുഗേറ്റ് എഴുതുക നമ്മൾ. അതായത് റോനെയും കോളത്തിനെയും ഇന്റർചേഞ്ച് ചെയ്യുക. അതും സെയിം ഐഗൻ വാല്യൂ തന്നെയായിരിക്കും എന്നാണ് പറയുന്നത്. നോക്കി നോക്കൂ, ഇപ്പൊ ഇതിന് മാറ്റുമ്പോൾ ഇതിന് മാറ്റം വരുന്നില്ല. സ്മോൾ ലെറ്റേഴ്സ് ആണ് കൂടുതലും എഴുതുക. ജസ്റ്റ് ഒന്ന് എക്സാമ്പിൾ ആയതുകൊണ്ടാണ് ക്യാപിറ്റൽ എഴുതിയത്. ഓക്കെ, അതുപോലെ അടുത്ത പ്രോപ്പർട്ടി ഇതാണ് ഐഗൻ വാല്യൂ. λ1 λ2 λ3 എന്നാണ് നമ്മൾ ഐഗൻ വാല്യൂവിന് എഴുതുക. ആർ ദ ഐഗൻ വാല്യൂസ് ഓഫ് എ. ഐഗൻ വാല്യൂസുകൾക്ക് എന്താ പ്രത്യേകത വെച്ചാൽ നിങ്ങൾ ഒരു മെട്രിക്സിനെ ഒരു കോൺസ്റ്റന്റ് കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഐഗൻ വാല്യൂസിനെയും ആ കോൺസ്റ്റന്റ് കൊണ്ട് ഗുണിക്കും. ഇപ്പൊ എ എന്നൊരു മെട്രിക്സിനെ 2 എന്ന ഫാക്ടർ കൊണ്ട് നിങ്ങൾ ഗുണിക്കുക എന്ന് വിചാരിക്കുക. സോ ഐഗൻ വാല്യൂ എന്ന് പറയുന്നത് എന്താ? ഡയഗണലായിട്ട് കിടക്കുന്ന ആളാ. സോ ഇതിനെ നിങ്ങൾ എന്തുകൊണ്ട് ഗുണിച്ചിട്ടുണ്ടാവും? 2 കൊണ്ട് ഗുണിച്ചിട്ടുണ്ടാവും. ഇൻവേഴ്സ് എടുക്കുമ്പോഴും എന്തായിരിക്കും? 1/λ 1 1/λ2 1/λ3 എന്നാണ്. എ റേസ് ടു എം എടുക്കുകയാണെങ്കിലോ λ1 എം λ2 എം λ3 എം എന്നാണ് കിടക്കുന്നത്. റേസ് ടു എം തന്നെയാണ് വരിക. ഓക്കെ, ഇതൊക്കെ ഒരു പ്രോപ്പർട്ടീസ് ആയിട്ട് ഓർത്ത് വെക്കേണ്ടതാണ്. അടുത്ത പ്രോപ്പർട്ടി ഐഗൻ വാല്യൂസ് ഓഫ് സിമെട്രിക് മെട്രിക്സിനും ഹെർമിഷ്യൻ മെട്രിക്സിനും റിയൽ നമ്പേഴ്സ് ആണ്. ഐഗൻ വാല്യൂ എടുക്കുക, സിമെട്രിക് മെട്രിക്സ് തന്നാലും ഹെർമിഷ്യൻ മെട്രിക്സ് തന്നാലും അതിന്റെ ഐഗൻ വാല്യൂ ഓപ്ഷൻ നോക്കുന്ന സമയത്ത് നമുക്ക് അത് എന്തായിരിക്കും? റിയൽ ആയിരിക്കും. അടുത്തത് ഐഗൻ വാല്യൂ ഓഫ് സ്ക്യൂ സിമെട്രിക്കും സ്ക്യൂ ഹെർമിഷ്യൻ മെട്രിക്സും എന്താണ്? ഐദർ 0 അല്ലെങ്കിൽ പ്യൂർലി ഇമാജിനറി ആയിരിക്കും. ക്യൂ ഹെർമിഷ്യൻ എടുക്കുന്ന സമയത്തായാലും ക്യൂ സിമെട്രിക് എടുക്കുമ്പോഴും ഐഗൻ വാല്യൂസ് എന്തായിരിക്കും? ഒന്നുകിൽ 0 ആയിരിക്കും അല്ലെങ്കിൽ ഇമാജിനറി ആയിരിക്കും. ഐഗൻ വാല്യൂ ഓഫ് ഓർത്തോഗണൽ മെട്രിക്സ്. ഓർത്തോഗണൽ മെട്രിക്സ് ചെയ്യുന്ന സമയത്ത് അതിന്റെ
ഐഗൻ വാല്യൂ എപ്പോഴും എന്തായിരിക്കും? യൂണിറ്റ് മൊഡ്യൂൾ ആയിരിക്കും. അതായത് 1 ആയിരിക്കും. +or-1 എടുക്കുന്ന പോലെ തന്നെ 1 ആയിരിക്കും കേട്ടോ. ഇതൊക്കെ പ്രോപ്പർട്ടീസ് ആയിട്ട് നോട്ട് ചെയ്ത് വെക്കേണ്ടതാണ്. അടുത്ത പ്രോപ്പർട്ടി, ഐഗൻ വാല്യൂ ഓഫ് എ ഡയഗണൽ മെട്രിക്സ്. അങ്ങനെ ഐഗൻ വാല്യൂ ഓഫ് ഡയഗണൽ മെട്രിക്സ് എടുക്കുമ്പോൾ അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ് ആണ് നിങ്ങൾ എടുക്കുന്നത്, അതുപോലെ തന്നെ ലോവർ ട്രയാങ്കുലർ മെട്രിക്സ് ആണ് എടുക്കുന്നതെങ്കിൽ അതിന്റെ ഡയഗണൽ എലമെന്റ്സ് ആയിരിക്കും എന്തുണ്ടാവുക? അതിന്റെ ഐഗൻ വാല്യൂ. അതായത് അപ്പർ മെട്രിക്സും അതായത് ഡയഗണൽ എലമെന്റുകൾ ഉണ്ട്, അതായത് ഇവിടെ മുഴുവൻ 0 ആകുന്ന അവസ്ഥ. അപ്പർ ലോവർ, അതായത് ഡയഗണലിൽ മാത്രം വാല്യൂസ്, ബാക്കി അപ്പറിലും ലോവറിലും വാല്യൂസുകൾ ഇല്ലാത്ത വരുന്ന ഒരു അവസ്ഥ. ട്രയാങ്കുലർ മെട്രിക്സ് 2 എണ്ണമാണ്, അപ്പറും ലോവറും. അതിൽ ഡയഗണലിൽ എന്താണോ എലമെന്റ്സ് അത് തന്നെയായിരിക്കും ഐഗൻ വാല്യൂ. 2 eigen vector corresponding to 2 distant eigenvalues of the Hermitian matrix and unitary matrix are orthogonal to each other. 2 eigen vectors ഉണ്ട് എന്ന് വിചാരിക്കാം, ഡിഫറെന്റ് ഐഗൻ വാല്യൂസിന്. അവരുടെ ഹെർമിഷ്യൻ മെട്രിക്സ് ആയിക്കോട്ടെ യൂണിറ്ററി മെട്രിക്സ് ആയിക്കോട്ടെ ഓർത്തോഗണൽ ആയിരിക്കുന്നു. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ്. അതുപോലെ തന്നെ ഐഗൻ വാല്യൂ ഓഫ് മെട്രിക്സ് ഇസ് ഇൻവാരിയന്റ് അണ്ടർ ദ സിമുലാരിറ്റി ട്രാൻസ്ഫോർമേഷൻ. അതായത് നമ്മളൊരു മെട്രിക്സിനെ മറ്റൊരു മെട്രിക്സ് ആയിട്ട് ചേഞ്ച് ചെയ്യാണ്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ എ ട്രാൻസ്പോസ് ആക്കി അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്തും നമുക്ക് എന്താ ഉണ്ടാവുന്നത്? ഐഗൻ വാല്യൂ ഇൻവാരിയന്റ് ആണ്. ഐഗൻ വാല്യൂവിന് വ്യത്യാസം വരുന്നില്ല. ഒരു മെട്രിക്സിനെ മറ്റൊരു മെട്രിക്സ് ആക്കിയിട്ട് മാറ്റുക, അതായത് എ ട്രാൻസ്പോസ് ഞാൻ പറഞ്ഞു എനെ ഇന്റർചേഞ്ച് ചെയ്യാം, കോളത്തിനെ റോനെ ഇന്റർചേഞ്ച് ചെയ്താലും ഐഗൻ വാല്യൂവിന് വ്യത്യാസം വരുന്നില്ല. അടുത്തത് ഐഗൻ വാല്യൂസ് ഓഫ് നിൽപോട്ടന്റ് മെട്രിക്സ് എന്താണ്? എല്ലാം 0 ആയിരിക്കും. നിൽപോട്ടന്റ് മെട്രിക്സ് ആണ് നിങ്ങൾക്ക് കിട്ടിയെങ്കിൽ അതിന്റെ ഐഗൻ വാല്യൂ എന്തായിരിക്കും? 0 ആയിരിക്കും. അടുത്തത് ഐഗൻ വാല്യൂസ് ഓഫ് ഐഡംപോട്ടന്റ് മെട്രിക്സ് ഇസ് ഐദർ 0 ഓർ യൂണിറ്റി. ഐഡംപോട്ടന്റ് ഉണ്ടെങ്കിലോ ഒന്നുകിൽ 0 അല്ലെങ്കിൽ യൂണിറ്റി ആയിരിക്കും. പിന്നെ ഐഗൻ വാല്യൂസ് ഓഫ് n/n മെട്രിക്സ് ഹാവിംഗ് ഓൾ എലമെന്റ് ഈക്വൽ ടു 1 ആർ n ഈക്വൽ ടു 0 0. അതായത് നിങ്ങൾക്കൊരു ഐഡന്റിറ്റി മെട്രിക്സ്, അതായത് എല്ലാ വാല്യൂ 1 1 1 1 1 1 1 1 1 ആണെങ്കിൽ ഇതിന്റെ ഐഗൻ വാല്യൂ എടുക്കുമ്പോൾ ഒരെണ്ണം മാത്രം ഇതിന്റെ ഓർഡർ ആയിരിക്കും, ബാക്കിയൊക്കെ 0 ആയിരിക്കും. ഓക്കെ, ഇപ്പൊ 3/3 ആണെങ്കിൽ നിങ്ങൾക്ക് എന്താ 3 0 0. ഇപ്പൊ 2/2 ആണെങ്കിൽ 2 0 0. അതായത് ഒന്ന് ഓർഡർ തന്നെയായിരിക്കും, മറ്റേത് രണ്ടും 0 ആയിരിക്കും. അടുത്തത് ഐഗൻ വാല്യൂ ഓഫ് n/n മെട്രിക്സ് ഹാവിംഗ് റോസ് കോളംസ് ഹാസ് സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ ഓഫ് പർട്ടിക്കുലർ റോ ആൻഡ് കോളം റെസ്പെക്റ്റീവ്ലി. ദ ട്രേസ് ഈസ് 0 0 0. ഓക്കെ, n/n മെട്രിക്സ് ആണ്, ഹാവിംഗ് റോസും കോളംസും ഒക്കെ സ്കേലാർ മൾട്ടിപ്പിൾ ഓഫ് പർട്ടിക്കുലർ റോസ് ആൻഡ് കോളംസ് ആണെങ്കിൽ അതിന്റെ ട്രേസ് എപ്പോഴും എന്തായിരിക്കും? 0 0 0 ആയിരിക്കും. ഓക്കെ, ഈ പ്രോപ്പർട്ടീസ് ആണ് നമ്മൾ എന്ത് നോക്കാറുള്ളത്? ഐഗൻ വാല്യൂസിന് കൂടുതലും യൂസ്ഫുൾ ആയിട്ട് നമ്മൾ നോക്കാറുള്ളത്. നെക്സ്റ്റ് നമുക്കൊന്ന് നോക്കി നോക്കാം ഐഗൻ വാല്യൂവിനെ കണ്ടുപിടിക്കുന്ന ഒരു രീതി. നിങ്ങൾക്ക് ഐഗൻ വാല്യൂ ഒരു 2/2 മെട്രിക്സ് ആണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ, ഒരു 2/2 മെട്രിക്സ് ആണെങ്കിൽ അതിനെങ്ങനെ എഴുതും? വെക്ടർ A ഈക്വൽ ടു A11 A12 A21 A22. ഇതൊരു യൂണിറ്റി അല്ലെങ്കിൽ ഒരു 2/2 മെട്രിക്സ് ആണ്. സോ ഇതിന് ഐഗൻ വാല്യൂ കണ്ടുപിടിക്കുന്ന ഇക്വേഷനെ പറയുന്ന പേരാണ് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ. ഇങ്ങനെ എഴുതുന്നതിനെയാണ് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എന്ന് പറയുന്നത്. അതിലൊക്കെ ഉണ്ടോ? ഇതാണ് ലാംഡ, ഇതാണ് ഐഗൻ വാല്യൂ. അത് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ആദ്യം അതിന്റെ ഫോർമാറ്റ് എഴുതണം. 2/2 ആണെങ്കിൽ λ² മൈനസ് S1 ലാംഡ പ്ലസ് S2 ഈക്വൽ ടു 0. അതിലെ S1 എന്ന് പറയുന്നത് സം ഓഫ് മെയിൻ ഡയഗണൽ എലമെന്റ് ആണ്. S2 എന്ന് പറയുന്നത് എന്താണ്? ഡിറ്റർമിനന്റ് ഓഫ് എയും. അതായത് നിങ്ങൾക്ക് സം ഓഫ് ഡയഗണൽ എലമെന്റ് എന്ന് പറയുന്നത് എന്താ? ട്രേസ് കൂട്ടിയിട്ട് കിട്ടുന്ന സാധനമാണ് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. S2 എന്ന് പറഞ്ഞെങ്കിൽ നിങ്ങൾ ഡിറ്റർമിനന്റ് വെച്ചിട്ടാണ് ചെയ്യുക, എന്നിട്ട് ആ ഐഗൻ വാല്യൂസ് ആണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇതിപ്പോ ഒരു 2/2 മെട്രിക്സ് സെയിം ആസ് നമുക്ക് ഏതും കൂടി എഴുതാം. 3/3 മെട്രിക്സ് ആണെങ്കിൽ അതിനെങ്ങനെയാ എഴുതുക? ഐഗൻ വാല്യൂ ഓഫ് 3/3 മെട്രിക്സ്. ഒരു 3/3 മെട്രിക്സ് ആണെങ്കിലോ എ എന്ന മെട്രിക്സിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? A11 A12 A13 A21 A22 A23 A31 A32 A33 ഇങ്ങനൊരു മെട്രിക്സ് ആണെങ്കിൽ ഇതിന്റെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എഴുതുന്ന രീതി എങ്ങനെയാ വെച്ചാൽ A മൈനസ് ലാംഡ I ഈക്വൽ ടു 0. സെയിം, ബട്ട് ഇതിന് 3/3 ആയതുകൊണ്ട് അതിന്റെ ഓർഡറിന് വ്യത്യാസം വരും. λ³ ബൈ S1 λ² പ്ലസ് S2 ലാംഡ മൈനസ് S3 ഈക്വൽ ടു 0. അതായത് നിങ്ങൾ നോക്കുമ്പോൾ ഓൾട്ടർനേറ്റ് ആണ്. നോക്കൂ, പോസിറ്റീവ് നെഗറ്റീവ് പോസിറ്റീവ് നെഗറ്റീവ്, സെയിം ആസ് നമ്മൾ 2/2 എഴുതിയപ്പോഴും. അതിലെ
S1 ഓക്കെ എന്താണ് ട്രേസ് ഓഫ് ദി മെട്രിക്സ് ആണ്. S1 S2 ആണെങ്കിലോ സം ഓഫ് മൈനേഴ്സ് ഓഫ് മെയിൻ ഡയഗണൽ എലമെന്റ്. അതായത് ഡയഗണൽ എലമെന്റ് എന്ന് പറയുമ്പോൾ ആദ്യം മൈനർ ഇതാണെങ്കിൽ ഇത് ഉൾക്കൊള്ളുന്ന ഇതായിരിക്കും ആദ്യത്തെ മൈനർ. അതുപോലെ ഇത് ആദ്യത്തെ ഫുള്ള് മൈനർ ആയിട്ടുള്ള ഡയഗണൽ എലമെന്റ്സിന്റെ സമ്മ് ഡയഗണൽ ആണ്. സോ നമുക്കത് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം. S2 ഈക്വൽ ടു A22 A23 A32 A33 പ്ലസ് അടുത്തത് എടുക്കുമ്പോൾ ഡയഗണൽ ആരാണ് A22 ആ. അപ്പൊ A22 ഉൾക്കൊള്ളുന്ന റോയും കോളം കളഞ്ഞ A11 A13 A31 A33. സോ A11 A13 A31 A33. അടുത്ത ഡയഗണൽ എലമെന്റ് ഏതാ A33 നാ. സോ A33 ഉൾക്കൊള്ളുന്ന റോയും കോളം കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ സ്ക്വയർ ആണ്. അപ്പോൾ സോ A11 A12 A21 A22 ഇതാണ് ഡിറ്റർമിനന്റ് ആണ്. ഇത് കണ്ടുപിടിച്ച് അതിന്റെ ആൻസേഴ്സ് എഴുതുന്നു. സെയിം ആസ് S3 ആണെങ്കിൽ ഡിറ്റർമിനന്റ് A. അപ്പോൾ ഇങ്ങനെ കണ്ടുപിടിച്ചിട്ടാണ് നമ്മൾ 3/3 ഐഗൺ വാല്യൂസ്. സോ 3/3 ആകുമ്പോൾ 3 വരും. λ1 λ2 λ3. 2/2 ആണെങ്കിൽ 2 ഐഗൺ വാല്യൂസ് ആണ് വരിക. അപ്പൊ നമുക്ക് ഏത് രീതിയിൽ ചെയ്താലും നമുക്ക് ആ ആൻസറിലേക്ക് എത്തും. ഇനി നിങ്ങൾക്ക് ഒരു മെട്രിക്സ് കിട്ടിയെന്ന് വിചാരിക്കാം. സപ്പോസ് നിങ്ങളുടെ കയ്യിൽ ഒരു മെട്രിക്സ് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ആ മെട്രിക്സിൽ വാല്യൂസുകൾ ഉണ്ട് 1 2 3 4 5 6 7 8 9 സംതിങ് നമ്പേഴ്സ് കുറച്ച് കിട്ടുന്നുള്ളൂ. ഇതിന്റെ ഐഗൺ വാല്യൂ കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ A മൈനസ് ലാംഡ I ഈക്വൽ ടു 0 എന്നാണ് നമ്മൾ എഴുതുക. സോ ഇതിനെ നമ്മൾ എഴുതുന്ന സമയത്ത് A എന്ന മെട്രിക്സ് ഇതാണ് 1 2 3 4 5 6 7 8 9 മൈനസ് ലാംഡ. ലാംഡ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും 1 I എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐഡന്റിറ്റി മെട്രിക്സ് 1 0 0 0 1 0 0 0 1. സോ ലാംഡ 0 0 0 ലാംഡ 0 0 0 ലാംഡ ഈക്വൽ ടു 0. അപ്പൊ നിങ്ങൾക്ക് ഈ ഡയഗണലിന്റെ ഉള്ളിലുള്ള ആളുകളെ മാത്രം നോക്കിയാൽ മതി. 1 മൈനസ് ലാംഡ 3 4 5 6 7 8 9 മൈനസ് ലാംഡ. കണ്ടോ? അതായത് ഇത്രയൊന്നും ഡീറ്റെയിൽ ആവണ്ട. ഈ നടുവിലെ ഡയഗണലിൽ ലാംഡ ഇടുക, സോൾവ് ചെയ്യാം. എന്നിട്ട് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മൾ സോൾവ് ചെയ്യാറുള്ളത്. അതിന് പകരം നിങ്ങൾക്ക് ഒരു ഓപ്ഷൻ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഓപ്ഷൻ തന്നെ നമുക്ക് എഴുതാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ട്രിക്ക് എന്ന് പറയുന്നത്. ആ ട്രിക്ക് നമുക്കൊന്ന് നോക്കി നോക്കാം. നമുക്കൊരു എക്സാമ്പിൾ വെച്ചിട്ട് നമ്മളിപ്പോൾ പറഞ്ഞ പോലെ ഐഗൺ വാല്യൂ ഒന്ന് കണ്ടുപിടിച്ച് നോക്കി നോക്കാം. 2 രീതിയിലും കണ്ടുപിടിച്ച് നോക്കാം. ഇപ്പൊ നോക്കൂ, 5 മൈനസ് 5 2 2 മൈനസ് 2. അപ്പോൾ ഇങ്ങനെ ഒരു മെട്രിക്സ് കിട്ടിക്കഴിഞ്ഞാൽ ഐഗൺ വാല്യൂ കണ്ടുപിടിക്കാനാണ് അവർ ചോദിച്ചിരിക്കുന്നത്. സോ ഐഗൺ വാല്യൂ കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യം തന്നെ ഓപ്ഷൻ നോക്കി നോക്കാം. ഓപ്ഷൻ നോക്കുന്നേക്കാൾ മുമ്പ് നമ്മൾ എന്ത് ചെയ്യുന്നു, നമുക്കറിയാം ഐഗൺ വാല്യൂ ലാംഡ 1 ഇൻറ്റു ലാംഡ 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിറ്റർമിനന്റ് ആണ്, പ്രൊഡക്റ്റ് ഓഫ് ദി മെട്രിക്സ് ആണ്. ലാംഡ 1 പ്ലസ് ലാംഡ 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രേസ് ഓഫ് ദി മെട്രിക്സ് ആണ്. സോ ലാംഡ 1 ഇൻറ്റു ലാംഡ 2 നോക്കുക. ഓക്കെ, അതുപോലെ ലാംഡ 1 പ്ലസ് ലാംഡ 2 നോക്കുക. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതിൽ ലാംഡ 1 ഇൻറ്റു ലാംഡ 2 എന്ന് പറയുമ്പോൾ ഇത് -5. അപ്പോൾ രണ്ടും -5 പ്ലസ് -2 ഈക്വൽ ടു 5 മൈനസ് 2, അതായത് -7. നിങ്ങൾക്ക് ട്രേസ് എന്ത് കിട്ടണം? -7 കിട്ടണം. അതുപോലെ തന്നെ ഗുണിക്കുമ്പോൾ ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കുന്ന സമയത്ത് ഇത് -7 കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നോക്കി നോക്കുക തന്നെ വേണം. അതായത് ഇപ്പൊ നോക്കൂ, ഡിറ്റർമിനന്റും കൂടി കണ്ടുപിടിച്ച് നോക്കാം നമുക്ക്. ഡിറ്റർമിനന്റ് ആകുമ്പോൾ എന്താ, -5 പിന്നെ -2 ആണത്. പിന്നെ -2നെ നോക്കുമ്പോൾ 2 ആണ്. സോ മൈനസ് ഇൻറ്റു മൈനസ് 10 4 6. അപ്പോൾ എനിക്ക് എന്ത് വേണം? ഗുണിക്കുമ്പോൾ 6ഉം കിട്ടണം, കൂട്ടുമ്പോൾ -7ഉം കിട്ടണം. സോ അങ്ങനെ നോക്കുന്ന സമയത്ത് 1 ഇൻറ്റു 3 ചെയ്താൽ 3 കിട്ടുള്ളൂ. 1 പ്ലസ് 3 ചെയ്താൽ 4. അപ്പൊ ഇത് വേണ്ട നമുക്ക്. -1 ഇൻറ്റു -6 ഗുണിക്കുമ്പോൾ -1 ഇൻറ്റു -6 എന്ന് പറയുമ്പോൾ മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ്, അപ്പൊ 6. -1 പ്ലസ് -6 എന്ന് പറയുമ്പോൾ -7 കിട്ടുന്നുണ്ട്. അപ്പൊ ഇത് ഓക്കെയാണ് തോന്നുന്നു. സെയിം ആസ് 1 ഇൻറ്റു -6 എന്ന് പറയുമ്പോൾ -6 ആ വരുന്നത്, +6 ആണ് നമുക്ക് വേണ്ടത്. 1 പ്ലസ് -6 എന്ന് പറയുമ്പോൾ 1 - 6 എന്ന് പറയുമ്പോൾ -5. അപ്പൊ അതുമല്ല, അതിൽ ഇനിയിപ്പോ ഇതാണ് -2 ഇൻറ്റു -5 പറയുമ്പോൾ 10 -2 പ്ലസ് അപ്പൊ ഓക്കെ -7 കിട്ടുന്നുണ്ട്, പക്ഷെ ഗുണിക്കുമ്പോൾ കിട്ടുന്നില്ല.
സോ ആൻസർ എന്താ -1 -6. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, രണ്ടുപേരെ ഗുണിച്ചു നോക്കുക, രണ്ടുപേരെ കൂട്ടിയും നോക്കുക. അപ്പൊ നമുക്ക് എന്താണ് കിട്ടുന്നത്, ആ ആൻസർ ആണ് നമ്മൾ ചെയ്യേണ്ടത്. സെയിം നമുക്ക് എന്ത് ചെയ്ത് നോക്കാം, ഒരു പ്രോബ്ലം വേറെ ചെയ്ത് നോക്കാം. A 3x3 matrix M has trace of M 6, trace of M square 26, trace of M cube equal to 90. Which of the following can be possible set of eigenvalues എന്നാ ചോദിച്ചിരിക്കുന്നത്. എന്താ തന്നിരിക്കുന്നത്, ട്രേസ് ഓഫ് എം, അതായത് ട്രേസ് ഓഫ് എം ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് 6 കിട്ടണം. ട്രേസ് ഓഫ് എം സ്ക്വയർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് 26 കിട്ടണം. ട്രേസ് ഓഫ് എം ക്യൂബ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടണം, 90 കിട്ടണം. അങ്ങനെയാണെങ്കിൽ പോസിബിൾ സെറ്റ് ഓഫ് ഐഗൻ വാല്യൂ എന്താണെന്നാ ചോദിക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഓരോ ഐഗൻ വാല്യൂ അല്ലെങ്കിൽ ഓരോ ഓപ്ഷൻ എടുത്തിട്ട് നമ്മൾ കൂട്ടി നോക്കുക തന്നെ വേണം ഏത് ഓപ്ഷൻ ആണെന്നുള്ളത്. അപ്പൊ നമ്മൾ ആദ്യം തന്നെ എന്ത് ചെയ്യുന്നു, ആദ്യത്തെ ഓപ്ഷൻ എ 114 ആണ്. 114 ആയതുകൊണ്ട് തന്നെ ആദ്യത്തെ ഓപ്ഷനിൽ ട്രേസ് ഓഫ് എം നോക്കാം. അതായത് 1 + 1 + 4 എന്ന് പറഞ്ഞാൽ 6. സോ ആൻസർ കിട്ടിയിട്ടുണ്ട്. ഇനി ട്രേസ് ഓഫ് എം സ്ക്വയർ എന്താ വരിക, ഇതിന്റെ സ്ക്വയർ 1ന്റെ സ്ക്വയർ 1ന്റെ സ്ക്വയർ 4ന്റെ സ്ക്വയർ. അപ്പൊ 1 + 1 + 4 എന്ന് പറഞ്ഞാൽ 16 വരുന്നത്. സോ 18. അപ്പൊ അത് മാച്ച് ചെയ്യുന്നില്ല. ഇനി മുമ്പോട്ട് പോകണ്ട, കാരണം എന്താ വെച്ചാൽ ഇത് കിട്ടുന്നില്ല, അപ്പൊ പിന്നെ അതും ഉണ്ടാവില്ല. ഇനി ബി എന്ന ഓപ്ഷൻ എടുക്കുക. -1 0 + 1. സോ ട്രേസ് ഓഫ് എം എന്താ കിട്ടുന്നത്, -1 + 0 + 7. സോ 6 കിട്ടുന്നുണ്ട്. എല്ലായിടത്തും ട്രേസ് കിട്ടുന്നുണ്ട്. പക്ഷെ അടുത്തതാണ് എം സ്ക്വയർ. ഇനി നോക്കി നോക്കാം. 1 + 0 + 49. അപ്പൊ 50 വരും. പക്ഷെ 26 ആണ് ആൻസർ. സോ അതും അല്ല. അപ്പൊ ആ ഓപ്ഷൻ പോയി. അടുത്തത് ട്രേസ് കിട്ടും. ട്രേസ് ഓഫ് എം നോക്കുക, സെയിം ആസ് ഓപ്ഷൻ തന്നെ നോക്കി നോക്കുക. 1 + 3 + 4. അപ്പൊ 4ഉം -1 + 3 പറഞ്ഞാൽ 2, 2ഉം 4 പറഞ്ഞാൽ 6. അപ്പൊ ട്രേസ് ഓഫ് എം 6 കിട്ടിയിട്ടുണ്ട്. അപ്പൊ ട്രേസ് ഓഫ് എം സ്ക്വയർ നോക്കി നോക്കാം നമുക്ക്. 1ന്റെ സ്ക്വയർ, അപ്പോ -1ന്റെ സ്ക്വയർ 1ന്റെ സ്ക്വയർ 9 + 4 പറഞ്ഞാൽ 16. അപ്പോ 10ഉം 26. അപ്പൊ അത് കിട്ടുന്നുണ്ട്, 26 കിട്ടി. അപ്പൊ എം ക്യൂബും കൂടി നമുക്ക് നോക്കി നോക്കാം. എം ക്യൂബ് എന്ന് പറയുമ്പോ എന്താ, 1 -1 ഒരെണ്ണം കൂടി പോകുമ്പോൾ 27 + 64 90. ഓക്കെ, ഓപ്ഷൻ സി ആണ് നമുക്ക് കിട്ടി. ഇതേപോലെ ചെക്ക് ചെയ്ത് നോക്കുക. ഡി എന്തായാലും വരില്ല, കാരണം രണ്ടിന്റെ സ്ക്വയർ വരുമ്പോൾ വരില്ല നമുക്ക്, അല്ലെ? ക്യൂബിലാണ് പിന്നെ പോവാ. അപ്പോൾ ട്രേസ് എല്ലായിടത്തും കിട്ടുന്നുണ്ട്, ബട്ട് നമുക്ക് എന്ത് കിട്ടുന്നില്ല, ബാക്കി സാധനങ്ങൾ. അപ്പോൾ ഒരു ഐഗൻ വാല്യൂവിന്റെ സെറ്റ് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ചെയ്താൽ മതി. അതർവൈസ് ഐഗൻ വാല്യൂവിന്റെ ഒരു സെറ്റ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡയറക്റ്റ് ചെയ്യുന്ന രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാംഡനെയും അതുപോലെ തന്നെ ജനറൽ ഇക്വേഷൻസ് ഒക്കെ വെച്ചിട്ട് സോൾവ് ചെയ്യേണ്ടി വരും. ചിലപ്പോൾ നമുക്ക് ഒരു λ² - 2 λ എന്നിട്ട് സോൾവ് ചെയ്യേണ്ടി വരും. അതിനേക്കാൾ എപ്പോഴും നല്ലത് നമുക്ക് ഓപ്ഷൻസ് തന്നെ തിരഞ്ഞെടുക്കുന്ന രീതിയാണ്. ഇങ്ങനത്തെ രീതികളാണ് എന്ത് കോമ്പറ്റേറ്റീവ് എക്സാംസിന് കൂടുതലായിട്ടും നമുക്ക് വരാറുള്ളത്. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കി നോക്കാം. 2 മെട്രിക്സ് A and B are said to be similar. B = P inverse AP for some invertible matrix P. Which of the following statement is not true? അതായത് ഇതിനെ ഒരു ഡയഗണലൈസേഷൻ മെട്രിക്സ് എന്നാ പറയാ. B = P inverse AP. അതായത് ഇതൊരു ഡയഗണലൈസേഷൻ, ഇതൊരു ഡയഗണലാണ് മെട്രിക്സിന്റെ. അപ്പൊ നിങ്ങൾക്ക് A എന്നൊരു മെട്രിക്സ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന്റെ നിങ്ങൾ എന്ത് കണ്ടുപിടിക്കും, ഐഗൻ വാല്യൂ കണ്ടുപിടിക്കും. ഓക്കെ, ആ ഐഗൻ വാല്യൂ ഇപ്പോൾ 2, 3, 1 എന്നുള്ള രീതിയിലാണ് ഐഗൻ വാല്യൂ. അതിനൊക്കെ കറസ്പോണ്ടിങ് നിങ്ങൾ എന്ത് കണ്ടുപിടിക്കും, ഐഗൻ വെക്ടർ കണ്ടുപിടിക്കും. എന്നിട്ട് ആ മെട്രിക്സിന്റെ ഇൻവേഴ്സ് കണ്ടുപിടിക്കുന്നതാണ് പി ഇൻവേഴ്സ്. എന്നിട്ട് 3 പേരെയും കൂടി ഗുണിക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ആ ഡയഗണലൈസേഷൻ മെട്രിക്സ് തന്നെ കിട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ പറയും ആ മെട്രിക്സ് ഡയഗണലൈസേഷൻ ആണെന്ന്. പക്ഷെ ഇവർ ചോദിച്ചിരിക്കുന്നത് ഈ കുറച്ച് ഓപ്ഷൻസ് ഇവർ തന്നിട്ടുണ്ട്, ഡിറ്റർമിനന്റ് എയും ഡിറ്റർമിനന്റ് ബിയും ഒക്കെ എന്താന്നുള്ളത്. അപ്പൊ ഇതിൽ ഏതാ കറക്റ്റ് എന്നുള്ളതാ ചോദിക്കുന്നത്. ഇവിടെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, എയും ബിയും സിമിലർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു മെട്രിക്സ് എയിലും ബിയിലും സിമിലർ ആയിട്ട് കാണുകയാണെങ്കിൽ നമ്മളുടെ അവിടുത്തെ ഡിറ്റർമിനന്റ് എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. രണ്ട് മെട്രിക്സിന്റെയും ഡിറ്റർമിനന്റ് എന്തായിരിക്കും, സിമിലർ മെട്രിക്സുകൾ ആണെങ്കിൽ അതിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഡിറ്റർമിനന്റ് സെയിം ആയിരിക്കും. ട്രേസ് ഓഫ് എയും ട്രേസ് ഓഫ് ബിയും സെയിം ആയിരിക്കും. അതുപോലെ തന്നെ അവിടുത്തെ ഐഗൻ വാല്യൂസും സെയിം ആയിരിക്കും. പക്ഷേ നമുക്ക് അവിടെ എന്ത് വ്യത്യാസം വരും, ഐഗൻ വെക്ടർ വ്യത്യാസം വരും. സിമിലർ മെട്രിക്സിൽ ഐഗൻ വാല്യൂസ് സെയിം ആയാലും ഐഗൻ വെക്ടേഴ്സ് വ്യത്യാസമായിട്ടാണ് കിട്ടുക. ഐഗൻ വെക്ടർ സിമിലർ ആയിട്ട് കിട്ടില്ല നമുക്ക്. സോ എയും ബിയും സെയിം ഐഗൻ വെക്ടർ ആവുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഡിഫറെന്റ് ഐഗൻ വെക്ടേഴ്സ് ആണ് വരിക. പക്ഷെ ഐഗൻ വാല്യൂ സെയിം ആയിട്ട് വരും. കാരണം നേരത്തെ നമ്മൾ എന്താ പറഞ്ഞ, ഒരു സ്ക്വയർ മെട്രിക്സ് ആണെങ്കിൽ അതിന്റെ എല്ലാ ട്രാൻസ്ഫോർമേഷൻസ് നടത്തിയാലും ഐഗൻ വാല്യൂവിന് വ്യത്യാസം വരില്ല. സോ അവിടെ ഡിറ്റർമിനന്റും സെയിം ആയിരിക്കും,
ട്രേസും സെയിം ആയിരിക്കും, ഐഗൻ വാല്യൂം സെയിം ആയിരിക്കും. പക്ഷെ ഐഗൻ വെക്ടർ ഓരോന്നിലും വ്യത്യസ്തത കാണിക്കും. ഓക്കെ, ഇനി ഐഗൻ വെക്ടറും സെയിം ആവാനുള്ള കാര്യങ്ങളുണ്ട്. അതൊരു സ്കേലാർ മൾട്ടിപ്ലിക്കേഷനും കൂടി ഉണ്ട് എന്നൊരു പോയിന്റും കൂടി വരികയാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഐഗൻ വെക്ടറും സെയിം ആണെന്ന് പറയാം. ബട്ട് ഇപ്പൊ നമുക്ക് അറിയാവുന്ന ഒരു വസ്തുതയിൽ നമുക്ക് എന്താ സെയിം ഐഗൻ വെക്ടർ ആവില്ല. അപ്പൊ ഇതാണ് തെറ്റ്, ബാക്കിയൊക്കെ കറക്റ്റ് ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ എന്താ ഇപ്പൊ പഠിച്ചേ? ഒരു മെട്രിക്സ് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഐഗൻ വാല്യൂ കണ്ടുപിടിക്കാനുള്ള ഷോർട്ട് ട്രിക്സ് നമ്മളിപ്പോ പഠിച്ചു. അതുപോലെ തന്നെ ഒരു മെട്രിക്സിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എഴുതാൻ വേണ്ടിയിട്ടാണ്. സോ അത് നമ്മൾ കണ്ടു. അതുപോലെ ഒരുപാട് മെട്രിക്സുകളുടെ ഐഗൻ വാല്യൂസിന്റെ പ്രത്യേകത നമ്മൾ കണ്ടു. അപ്പൊ ഇതൊക്കെ ഒന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. കാരണം ഒരു MSQ ലെവലിലുള്ള ചോദ്യമോ MCQ ലെവലിലുള്ള ചോദ്യമൊക്കെ വരുന്ന സമയത്ത് നമ്മളുടെ ഈ പ്രോപ്പർട്ടീസ് തന്നെയായിരിക്കും അതിലെ ചോദ്യങ്ങൾ ഉണ്ടാവും. അത് ജസ്റ്റ് ഒരു ഐഡിയ ഉണ്ടെങ്കിൽ നമുക്ക് വേഗം പിക്ക് ചെയ്ത് എഴുതാവുന്നതുള്ളൂ. ഓക്കെ.